മലയാളത്തിലെ യുവനായകൻ ടൊവിനോ അദ്ദേഹത്തിൻ്റെ പുതിയതായിട്ടൊരു ചിത്രം തിയേറ്ററിലെത്തി. നല്ല രീതിയിൽ കുഴപ്പമില്ലാതെ റെസ്പോൺസുകളൊക്കെ കഴിഞ്ഞ് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സിനിമയാണ് നടികർ. ഈ സിനിമ ജൂനിയർ ലാലാണ് ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ മൂന്നാമത്തെ സിനിമയാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ ഒരു ജോണറിൽ ഒരുപാട് സിനിമകൾ പുറത്തിറങ്ങിയിട്ടുണ്ട്. അതിൽ ഏറ്റവും കൂടുതൽ നല്ല രീതിയിൽ പ്രേക്ഷകർ സ്വീകരിച്ച സിനിമ എന്ന് പറയുമ്പോൾ ഉദയനാട് താരം തന്നെയാണ്. പിന്നെ ഡോക്ടർ പത്മശ്രീ സരോജ് കുമാർ, അങ്ങനെയുള്ള ഒരുപാട് സിനിമകൾ ഇറങ്ങിയിട്ടുണ്ട്. പക്ഷേ അതിനെയൊക്കെ മാറ്റി നിർത്തിക്കൊണ്ട് വേറൊരു രീതിയിൽ, വേറൊരു സ്റ്റൈലിൽ, ന്യൂജൻ വെർഷൻ എന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം, ആ ഒരു രീതിയിൽ ഇറങ്ങിയ സിനിമയാണ് നടികർ. ഒരു നടൻ്റെ നല്ലതും ചീത്തയുമായ ഒരുപാട് കാര്യങ്ങൾ നല്ല രീതിയിൽ തന്നെ ഫ്രെയിമായി കാണിച്ചുകൊണ്ട് തന്നെ മുമ്പോട്ട് പോകുന്ന ഒരു സിനിമയാണ്. പിന്നെ അത്യാവശ്യം ഈ ഫാമിലിയുമായിട്ട് കാണാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഓരോ വ്യക്തികളുടെയും ടേസ്റ്റിനനുസരിച്ചിരിക്കും. എന്നെ സംബന്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു സിനിമ കണ്ടപ്പോൾ എനിക്ക് തോന്നുന്നതെന്ന് തികച്ചും ഒരു ആവറേജ് മൂവി ആയിട്ട് മാത്രമേ തോന്നുന്നുള്ളൂ. ഒരു നായകൻ്റെ മോശം സ്വഭാവം കാണിക്കാൻ വേണ്ടി അവൻ മയക്കുമരുന്നും കഞ്ചാവും അതല്ലെങ്കിൽ വേറെന്തെങ്കിലുമൊക്കെ ലഹരികളുണ്ടെങ്കിൽ അതെല്ലാം ഉപയോഗിക്കണം എന്നുള്ളൊരു നിർബന്ധം ഉള്ളതുപോലെ ഡയറക്ടറിന്. എനിക്കറിയില്ല, അദ്ദേഹത്തിൻ്റെ രീതി ചിലപ്പോൾ അങ്ങനെ ആയിരിക്കാം. ഫ്ലാഷ് ബാക്ക് കാണിക്കുമ്പോൾ ആ ഒരു രീതി വരണം എന്ന് അദ്ദേഹത്തിന് നിർബന്ധം ഉണ്ടായിരിക്കും. അതുകൊണ്ടായിരിക്കും ഇങ്ങനെ ചില കാര്യങ്ങൾ കാണിക്കുന്നത്. നിങ്ങൾ ഈ സിനിമ ഇതുവരെയും കണ്ടിട്ടില്ലാത്തവരാണെങ്കിൽ തിയേറ്ററിൽ തന്നെ പോയി കണ്ട് വൺ ടൈം വാച്ച് ചെയ്ത് എക്സ്പീരിയൻസ് ചെയ്യാവുന്നതാണ്. നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് കൂടി ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്ത് സഹായിക്കുക. അടുത്ത നല്ലൊരു വീഡിയോസുമായി കാണാം. ഗുഡ് ബൈ.